നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ വി ഡി സതീശനെ ഒരു ജനനേതാവെന്നാണോ അതോ ഒരു രാഷ്ട്രീയ നേതാവെന്നാണോ വിശേഷിപ്പിക്കേണ്ടത്? എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ നേതാവെന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെ അപേക്ഷിച്ച് തുറന്ന സമീപനവും ലാളിത്യവുമുള്ള ശ്രീ വി ഡി സതീശനെ ജനനേതാവെന്ന് വിളിക്കാതെ രാഷ്ട്രീയ നേതാവെന്ന് വിളിക്കുന്നതിൽ ഒരു അനൗചിത്യമില്ലേ എന്നൊരു സംശയം ആർക്കും ഉണ്ടാകാം. ഒരു രാഷ്ട്രീയ നേതാവ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ രാഷ്ട്രീയത്തിന്റെ സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയെല്ലാം നമ്മുടെ സാമൂഹ്യ ജീവിതത്തെയും നമ്മളുടെ വ്യക്തി ജീവിതത്തെയും ഗുണകരമായും ദോഷകരമായും ബാധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീ വി ഡി സതീശനെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ ഒരാളാണ് ഞാൻ. പക്ഷേ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെയും അദ്ദേഹത്തിന്റെ സാമൂഹ്യ കാഴ്ചപ്പാടുകളെയും അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ നയസമീപനങ്ങളെയും നമ്മൾ വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതാണ്. എന്നാൽ മാത്രമേ സമൂഹത്തിന് അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു വിമർശനാത്മകമായ വിലയിരുത്തൽ നടത്താൻ നമുക്ക് ശ്രമിച്ചു നോക്കാം. വി ഡി സതീശന് മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ഏതാണ്ട് 50ഓളം വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അതായത് താൻ പൊതുജനങ്ങളുടെ ഭാഗമല്ല, താൻ പൊതുജനങ്ങൾക്ക് മേലെ നിൽക്കുന്ന ഒരാളാണ് എന്നൊരു തോന്നൽ അത് സൃഷ്ടിക്കുമായിരുന്നു. അത് കൂടാതെ ഗതാഗത തടസ്സം എല്ലാ സ്ഥലങ്ങളിലും മുഖ്യമന്ത്രി വരുന്നു, അത് കാരണം എല്ലാ സ്ഥലത്തും ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നു. ജനങ്ങളുടെ സൗകര്യ ജീവിതത്തിനും സുഗമമായ ഗതാഗതത്തിനുമൊക്കെ തടസ്സമുണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇതിനു മുൻപുള്ള വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതെല്ലാം അദ്ദേഹം എടുത്തു മാറ്റി. അദ്ദേഹത്തിന് ഒരു വാഹനത്തിന്റെ അകമ്പടി മതി, പിന്നെ വളരെ കുറച്ച് സെക്യൂരിറ്റി ഓഫീസേഴ്സ് മാത്രം മതി. പിന്നെ അത് കൂടാണ്ട് എവിടെയോ ഞാൻ വായിച്ചു അതായത് എവിടെയോ ഒന്ന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായപ്പോഴത്തേക്കും മുഖ്യമന്ത്രി സെക്യൂരിറ്റിയോട് കൂടി തന്നെ ഇറങ്ങി നടന്നു പോയി. എന്നിട്ട് ആ രീതിയിൽ അങ്ങനെ വളരെയധികം നല്ലൊരു ചില കാഴ്ചപ്പാടുകളാണ്. അത് കൂടാണ്ട് തന്നെ പോലീസ് ഓഫീസർമാർ സെക്യൂരിറ്റി ഓഫീസർമാരുമായിട്ട് അവർ ചായ കുടിക്കാൻ കയറുന്നു, അവരുടെ കൂടെ നിന്ന് ചായ കുടിക്കുന്നു. അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്, നല്ലൊരു അഭിനന്ദനാർഹമായ കാര്യമാണ്. അതൊക്കെ അങ്ങനെയൊക്കെ ഒരു സമീപനം, സിംപ്ലിസിറ്റി അത്യാവശ്യമാണ്. അതൊക്കെ നമ്മൾക്ക് വി ഡി സതീശനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പുതിയതായിട്ട് തുടങ്ങിയ ഒരു വയോജന വകുപ്പ്. അതായത് പ്രായമായവർക്ക് വേണ്ടിയിട്ട്, 60 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പ്. അത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരിടത്തും ഇല്ല. അത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയയാണത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം കേരളത്തെ ഇത് പറഞ്ഞ് അഭിനന്ദിക്കുകയുണ്ടായി. ഇങ്ങനെ കേരളം മറ്റു സംസ്ഥാനങ്ങളും കൂടെ അതിനെ ഒരു മാതൃകയാക്കണം. കാരണം വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടത്. വയസ്സായവർക്കാണ്, കുട്ടികൾക്കും വയസ്സായവർക്കുമാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിന്റെ ഭാഗത്ത് പ്രൊട്ടക്ഷൻ വേണ്ടത്. അത് വളരെ നല്ലൊരു സംഭവമാണ് വി ഡി സതീശൻ കൊണ്ടുവന്നത്. വളരെ നല്ലൊരു സംഭവമാണ്. നമുക്ക് അദ്ദേഹത്തെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ശ്രീ വി ഡി സതീശന് ഒത്തിരി ഗുണവശങ്ങളുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് നല്ല ഉദ്ദേശശുദ്ധിയുണ്ട്, പല നല്ല കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ആഗ്രഹം പുള്ളിക്കുണ്ട്. ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഈ വയോജന വകുപ്പ്. അതിന്റെ ഒരു ഒന്നാന്തര ഉദാഹരണമാണ്. അത് കോൺഗ്രസിന്റെ ഭാഗമല്ല. കോൺഗ്രസിന് കേന്ദ്രത്തിൽ അങ്ങനെ ഒരു പോളിസി ഇല്ല. അവർക്ക് ഇങ്ങനെ സൗജന്യങ്ങൾ, വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗജന്യങ്ങൾ കൊടുക്കുക, ആ സൗജന്യം കൊടുക്കുക, അതായത് തരികിട പരിപാടികൾ, അതൊക്കെ ഉള്ളൂ. പക്ഷെ ഇതല്ല, ജെന്യുവനാണ്. ഈ വയോജന വകുപ്പ് എന്ന് പറഞ്ഞാൽ ജെന്യുവനാണ്. അത് പുള്ളിയുടെ വി ഡി സതീശന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള നല്ല ഒത്തിരി ഗുണങ്ങളും നല്ല ഉദ്ദേശശുദ്ധിയുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് നമ്മുടെ കേരളത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണമുണ്ടാകണമെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയസമീപനങ്ങൾ, അദ്ദേഹത്തിന്റെ സാമൂഹിക കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. അത് മോശമാണെന്നുണ്ടെങ്കിൽ ഈ ഉദ്ദേശിക്കുന്ന ഗുണം ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടില്ല. അവിടെയാണ് നമ്മൾ വി ഡി സതീശനെ ഒരു ജനനേതാവെന്ന് വിശേഷിപ്പിക്കാതെ ഒരു രാഷ്ട്രീയ നേതാവെന്ന് വിശേഷിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ നേതാവെന്ന് വിശേഷിപ്പിക്കുന്നത്? ഒരു ജനനേതാവും ഒരു രാഷ്ട്രീയ നേതാവും തമ്മിൽ അടിസ്ഥാനപരമായി ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ജനനേതാവ് അയാളുടെ തൊഴിലല്ല. ഈ സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞാൽ അയാളുടെ തൊഴിലല്ല. അയാൾ ഒന്നുകിൽ ബിസിനസ് ചെയ്യുന്ന ആളാകാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളാകാം, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആളാകാം.
അത്രേ ഉള്ളൂ. അയാൾ എന്തെങ്കിലും വിഷയത്തിൽ ഇടപെടുന്നു, ആ വിഷയത്തിന്റെ മെറിറ്റ് നോക്കിയിട്ട് ഗുണദോഷങ്ങൾ, അതിന്റെ വിഷയങ്ങൾ പഠിച്ചിട്ട് അതിന് ശരിയായി ഇടപെടുന്നു. അതേ അയാൾക്കാരോടും പ്രത്യേകം മമതയോ വിരോധമോ ഒന്നുമില്ല. അത് കൂടാണ്ട് ജനനേതാവ് എപ്പോഴും സംസാരിക്കുന്നത് എപ്പോഴും ഒരു വ്യക്തികളോടായിരിക്കും. അതാണ് ജനനേതാക്കളുടെ ഒരു വ്യത്യാസം. കൂട്ടത്തോടായിരിക്കും, വ്യക്തികളോടായിരിക്കും. വ്യക്തികളെയാണ് ജനനേതാവ് അഡ്രസ് ചെയ്യുന്നത്. അതേസമയം രാഷ്ട്രീയ നേതാവ് അങ്ങനെയല്ല. അവർക്ക് വോട്ട് ഒരു പിന്നെ പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അതുകാരണം തന്നെ എവിടെ എങ്ങനെയൊക്കെ എളുപ്പത്തിൽ വോട്ട് കിട്ടാം എന്നുള്ളൊരു കണക്കൂട്ടലായിരിക്കും രാഷ്ട്രീയ നേതാവിന് എപ്പോഴും ഉള്ളത്. അത് കാരണം തന്നെ അവര് നമ്മളുടെ ദീർഘകാലമായിട്ടുള്ള നന്മകളെ, ഗുണങ്ങളെ ഇവരുടെ താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ബലി കഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയാണ് ഒരു ജനനേതാവും ഒരു രാഷ്ട്രീയ നേതാവും നമ്മളുടെ അടിസ്ഥാന വ്യത്യാസം. ജനനേതാവ് അങ്ങനെയല്ല, ദീർഘകാല ലക്ഷ്യത്തിൽ സമൂഹത്തിന് ഗുണം ഉണ്ടാകുന്നു അത് മാത്രമേ അയാൾ ചെയ്യത്തുള്ളൂ. അയാളുടെ കരിയർ എന്ന് പറയുന്നത് പൊടാപ്പാന്ന് പറയും. രാഷ്ട്രീയ നേതാവ് അങ്ങനെയുള്ള അവരുടെ കരിയറാണ്. അത് കാരണം തന്നെ എപ്പോഴും അതിനൊരു സാധ്യത വളരെ കൂടുതലാണ്. കോൺഗ്രസിന്റെ സാമൂഹ്യ നയങ്ങളിൽ ചില പോരായ്മകളുണ്ട്, ഗൗരവമായ പോരായ്മകളുണ്ട്. ഇന്ത്യയിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന മൈനോറിറ്റി അപ്പീസ്മെന്റ്, സൂഡോ സെക്യുലർ എന്നൊക്കെ നമ്മൾ കപട മതേതരത്വം എന്നൊക്കെ പറഞ്ഞ BJP-ക്കാർ പറയുമല്ലോ. അപ്പൊ ആ ഒരു സംഭവം ഉണ്ട്, അത് സത്യമാണ്. അത് ഇന്ത്യ മൊത്തത്തിൽ ഉണ്ട്. കേരളത്തിൽ അതിശക്തമായിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് സംഘടിത മതവിഭാഗങ്ങൾ, അതാണ് കോൺഗ്രസിന്റെ ഒരു വോട്ട് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സംഘടിത മതവിഭാഗങ്ങളിൽ ഇവരിൽ വ്യക്തികളൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് വ്യക്തികളായിട്ട് ഈ കോൺഗ്രസോ, നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെ കരുതുന്നില്ല, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അങ്ങനെ തന്നെ വ്യക്തികളായിട്ട് അല്ല കാണുന്നു, കൂട്ടമായിട്ട് കാണുന്നു. നേരെ പോയി വോട്ട് നേതാക്കന്മാരെ കാണുന്നു, മത നേതാക്കന്മാരെ സ്വാധീനിച്ച് ഒറ്റ ബ്ലോക്കായിട്ട് വോട്ട് പിടിക്കുക എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ ഈ വോട്ടിന് വേണ്ടിയിട്ട് ഇപ്പൊ മത്സരമുണ്ട് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ. എന്നാലും കോൺഗ്രസിന് അതിശക്തമായ സ്വാധീനമുണ്ട്. അപ്പൊ ആ ഒരു വിഭാഗം തങ്ങളുടെ അടിത്തറയായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഉള്ള സത്യങ്ങളൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാവും. AK ആന്റണിയുടെ കാലഘട്ടത്തിൽ AK ആന്റണി ഇങ്ങനെ ഒരു വിവാദം പറഞ്ഞു, കേരളത്തില് സംഘടിത മത ന്യൂനപക്ഷങ്ങളുടെ അന്യായമായ അവകാശങ്ങളാണ് കേരളത്തിൽ ഇങ്ങനെ വർഗീയത ഉണ്ടാകാനുള്ള കാരണം ആന്റണി പറഞ്ഞു. പക്ഷെ അതോടുകൂടി ആന്റണിയുടെ രാഷ്ട്രീയ ഭാവി കേരളത്തിൽ ഇല്ലാണ്ടായി പോയി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഗുരുതരമായ ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. അപ്പൊ അതിനെ അതിജീവിച്ചുകൊണ്ട് VD സതീശന് എത്രത്തോളം മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. VD സതീശന്റെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയ സമീപനങ്ങളാണ്. അദ്ദേഹം എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഞാനൊരു നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ 1991 നടന്ന, അതായത് നരസിംഹറാവു പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് ധനമന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ സാമ്പത്തിക പരിഷ്കരണത്തെ അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് ശേഷം അത്രയും കാലയളവ്, 47 സ്വാതന്ത്ര്യം കിട്ടി 90 വരെയുള്ള കാലയളവ് ഇന്ത്യയുടെ വളർച്ച വളരെ വളരെ മോശമായിരുന്നു. 3% നിരക്കിൽ സമൂഹത്തിൽ ജോലിയില്ല, ദാരിദ്ര്യം, പട്ടിണി, അങ്ങനെ ഒരു കാലഘട്ടം. അതിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടായത് ഈ 1991 നടന്ന സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷമാണ്. സാമ്പത്തിക പരിഷ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നെഹ്റൂവിയൻ സാമ്പത്തിക നയത്തെ കുഴിച്ചു മൂടുകയാണ് 1991 നരസിംഹറാവുവും മൻമോഹൻ സിംഗും കൂടി ചെയ്തത്. അതോടുകൂടി ഇന്ത്യ രക്ഷപ്പെട്ടു. സ്വകാര്യ സംരംഭങ്ങൾ വന്നു, കുതിപ്പുണ്ടായി, തൊഴിലായി, ദാരിദ്ര്യം മാറി, ദാരിദ്ര്യം കുറഞ്ഞു, വലിയ തോതിൽ ദാരിദ്ര്യം കുറഞ്ഞു, ആത്മവിശ്വാസമുള്ള ഒരു ജനതയായിട്ട് മാറി. അങ്ങനെയുള്ള ഒരു സമയത്താണ് 91 ഈ പരിഷ്കരണം നടന്നതിന് ശേഷം ഏതാണ്ട് 10-35 വർഷമായി അല്ലേ? അപ്പോഴാണ് ഒരാൾ പറയുന്നത് ഞാൻ ഒരു നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ അറിവിനെ നമ്മൾ സംശയിക്കണം. നമുക്ക് സൗജന്യങ്ങൾ കൊടുക്കാം, വയോജനങ്ങൾക്ക് കൊടുക്കാം, നല്ല വേണ്ട സൗജന്യങ്ങൾ, അതായത് വേണ്ട സൗജന്യങ്ങളാണ് ഞാൻ പറയുന്നത്. വയോജനങ്ങൾക്ക് കൊടുക്കാം, ആശുപത്രി ചെലവ് അത് വളരെ പ്രധാനമാണ്. 25 ലക്ഷത്തിന്റെ ആക്കാൻ പോകണമെന്നൊക്കെ പറയുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ വേണം, സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടണം. ഇനി ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ, ബസ് സൗജന്യം, ആ സൗജന്യം, ഈ വോട്ട് വിട്ടാൻ വേണ്ടിയിട്ടുള്ള സൂപ്പിക്കലുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള സൗജന്യം, അതിനു വേണ്ടി കൊടുക്കണമെങ്കിൽ കാശ് വേണ്ടേ, സമ്പത്ത് ഉൽപ്പാദിക്കപ്പെടണ്ടേ? അപ്പൊ നമുക്ക് നെഹ്റൂവിയൻ സോഷ്യലിസം കൊണ്ട് അതൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവുകയില്ലെന്നല്ലേ നമ്മളെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചത്, ഇല്ലേ? അപ്പൊ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സതീശന്റെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, VD സതീശന്റെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്.
ഡി സതീശന്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന വോട്ട് ബാങ്ക് പൊളിറ്റിക്സും ഡി സതീശൻ വിശ്വസിക്കുന്ന നെഹ്റുവിയൻ സാമ്പത്തിക നയ സമീപനവും നമ്മളുടെ ജീവിതത്തെ ദീർഘകാല അടിസ്ഥാനത്തിൽ കൂടുതൽ കൂടുതൽ ദുരിതങ്ങളിലേക്കും കൂടുതൽ കൂടുതൽ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഭവിക്കുക ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാകുകയില്ല. ദീർഘകാലം കൊണ്ട് നമ്മൾ സാമ്പത്തികമായിട്ട് അടിയിലേക്ക് പോകും. നെഹ്റുവിയൻ സാമ്പത്തിക നയം നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കൊടുത്തു കഴിഞ്ഞാൽ സംഘർഷം ഉണ്ടാവും. വേറൊന്നുമല്ല, നമ്മൾ ആർക്കെങ്കിലും ഒക്കെ നമ്മൾ പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുവാണ്. മറ്റുള്ളവർക്ക് ഇല്ലാത്ത ആനുകൂല്യം ആർക്കെങ്കിലും കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സംഘർഷം ഉണ്ടാവൂലേ. നമ്മുടെ ഒരു വീട്ടിൽ തന്നെ നമ്മുടെ 2 കുട്ടികൾ 3 കുട്ടികളുണ്ട്. അതിൽ ഒരു കുട്ടിയെ നമ്മൾ നന്നായിട്ട് നോക്കുന്നു, ബാക്കി 2 പേരെ നമ്മൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റു 2 കുട്ടികൾ ഒച്ചയും ബഹളം ഉണ്ട്, വഴക്കുണ്ടാക്കൂലേ അവിടെ. അതുപോലെ തന്നെ എല്ലാവർക്കും തുല്യ അവകാശമുള്ള സമൂഹമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പതുക്കെ സമൂഹത്തിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക അവകാശങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തു കളയുക. ഒരു മടിയും വിചാരിക്കരുത്. നിങ്ങൾക്ക് സമാധാനമുള്ള ലോകം വേണോ? അങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. എല്ലാവരും നമ്മൾ പഠിപ്പിക്കുന്ന നേതാക്കന്മാരുടെ ജോലിയാണത്. ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഉള്ള അവകാശങ്ങൾ എല്ലാവർക്കും ഉള്ളൂ. ഓരോരുത്തർക്കും ഉള്ള അവകാശം എല്ലാവർക്കും ഉള്ള അവകാശം ഉള്ളൂ. അല്ലാണ്ട് ആരും പ്രത്യേക അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട, നിന്ന് സമയം കളയണ്ട എന്ന് പറയാൻ നേതാക്കന്മാർക്ക് കഴിയണം. ഇല്ലെങ്കിൽ വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും. പിന്നെ സാമ്പത്തികമായിട്ട് നമുക്കറിയാം, നെഹ്റുവിയൻ സമീപനം നമ്മൾ പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ കടുത്ത ദാരിദ്ര്യം സമൂഹത്തിലുണ്ടാവും. സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല. സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് മറ്റ് വെൽഫെയർ പ്രവർത്തനങ്ങൾ നമ്മൾ വയോജനങ്ങൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യ മേഖലയിൽ സൗജന്യങ്ങൾ കൊടുക്കുന്നു. ആവശ്യമാണ് അതൊക്കെ, ചില കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതിന് പൈസ ഉണ്ടാകണ്ടേ, സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ നെഹ്റുവിയൻ സാമ്പത്തിക നയ സമീപനമായിട്ടിരുന്നാൽ നടക്കത്തില്ല, ഒരു സംശയവുമില്ല. അപ്പൊ സാമ്പത്തികമായി നമ്മൾ കുത്തുവാളം എടുക്കും നമ്മുടെ രാജ്യം. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. നമ്മൾ വിമർശനാത്മകമായിട്ട് നമ്മൾ പഠിക്കേണ്ടതും നമ്മളത് ചോദ്യം ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. സാമൂഹ്യമായ കാഴ്ചപ്പാടുകളിലും പിന്നെ സാമ്പത്തിക നയ സമീപനങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഒത്തിരി പോരായ്മകൾ ഉണ്ടെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം ഡി സതീശൻ ഒരു നല്ലൊരു ക്യാരക്ടർ ആയതുകൊണ്ട്, ഉദ്ദേശശുദ്ധിയുള്ള ആളായതുകൊണ്ട് നമുക്ക് അത്രയും ഭയപ്പെടേണ്ടതില്ല. കാരണം സാമ്പത്തിക നയം എന്നത്തേക്കുമായിട്ട് റിവേഴ്സ് ആയതാണ്. 1990 ആ കാലഘട്ടത്തിൽ റിഫോം ഒക്കെ നടന്ന, സാമ്പത്തിക പരിഷ്കരണം നടന്ന ആ കാലഘട്ടത്തിൽ നമ്മളത് ഒത്തിരി മാറി. ഇനി അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇപ്പൊ ഡി സതീശൻ പിന്നെ ഞാൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ് എന്നൊക്കെ ഇങ്ങനെ ഉരുട്ട് കൊണ്ടിരുന്നാലും അദ്ദേഹത്തിന് നെഹ്റുവിയൻ സോഷ്യലിസത്തിലേക്കൊന്നും പോകാൻ കഴിയുകയില്ല. ആ കാലമൊക്കെ പോയി. അപ്പൊ അത് കാരണം നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് സതീശനെ ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യിച്ചാൽ മതി. റിമൈൻഡ് ചെയ്യിക്കാനും പുള്ളിയെ കൊണ്ട് പറയിപ്പിക്കണം നമ്മളത്. എൻ്റെ ആ കാഴ്ചപ്പാട് തെറ്റാണ്, എൻ്റെ ഈ സാമ്പത്തിക നയ സമീപനം തെറ്റാണ്, സമ്പത്ത് ഉണ്ടെങ്കിലേ വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രിയായിട്ടിരിക്കും, പഠിച്ചോളും, കാശ് നമ്മൾ അത് കൊടുക്കുക, ഈ സൗജന്യം കൊടുക്കുക, ആ സൗജന്യം കൊടുക്കാൻ പറ്റട്ടെ, കാശ് വേട്ടെ, ഇല്ലേ? അപ്പൊ നടക്കൂല, പിള്ളേര് കളിയൊന്നും നടക്കത്തില്ല. അപ്പൊ നെഹ്റുവിയൻ സാമ്പത്തിക സമീപനം കൊണ്ടൊന്നും ഡി സതീശന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇനി ഡി സതീശൻ വിചാരിച്ചാലും ഒന്നും നടപ്പാക്കാൻ പറ്റില്ല. അത് കാരണം നമ്മൾ ആ മേഖലയിൽ നമ്മൾ അത്രയും ഭയപ്പെടേണ്ടൊന്നും വിമർശിച്ചുകൊണ്ടിരുന്നാൽ മതി, തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ മതി. പക്ഷെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അപ്പീസ്മെന്റ് ആണ്. അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് ആണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഒരു ദൗർബല്യം. അത് അന്ന് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് തൊട്ടേ ഉണ്ട് അപ്പീസ്മെന്റ് പൊളിറ്റിക്സ്. എൻ്റെ ആ ഉസ്താദന്മാരാണ് കോൺഗ്രസ്സുകാർ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ എങ്ങനെയെങ്കിലൊക്കെ വോട്ട് പിടിച്ചെടുക്കുക. ഡി സതീശൻ അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ പോലും കോൺഗ്രസിന്റെ പൊതുവെയുള്ള സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്ന് ഡി സതീശന് മാറി നിൽക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ആ ഒരു മേഖലയിൽ നമ്മൾ രൂക്ഷമായ വിമർശനം, സത്യസന്ധമായ വിമർശനം, പഠിച്ചുകൊണ്ടുള്ള വിമർശനം നമ്മൾ മുമ്പോട്ട് വെക്കണം, ജനങ്ങൾ മുമ്പോട്ട് വെക്കണം. ഒരു മടിയും വിചാരിക്കണം. അല്ലാണ്ട് നമ്മളിപ്പോ ആ ലാളിത്യം, വിനയം അതൊക്കെ കൊണ്ട് മാത്രം കൊണ്ടൊന്നും കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുമെന്നും സമൂഹം ചൂണ്ടിക്കാണിക്കുമെന്നും, എന്നെ വിമർശിക്കാൻ, ജനങ്ങളെ വിമർശിക്കണമെന്നാണ് ഡി സതീശൻ പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെ നമ്മുടെ അർത്ഥത്തിൽ മുഖവിലേക്ക് എടുക്കുക. വിമർശിക്കാൻ ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ പഠിച്ച് വിമർശിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തൊലിപ്പുറമേയുള്ള കാര്യങ്ങളല്ല, ഗൗരവമായ കാര്യങ്ങൾ സാമ്പത്തിക നയ സമീപനങ്ങളിലും സാമൂഹിക നയ സമീപനങ്ങളിലും പ്രീണന രാഷ്ട്രീയത്തിൽ ചെയ്യാൻ ഞങ്ങൾ ഡി സതീശനെ അനുവദിക്കുകയില്ല. ആ കാര്യം ഞങ്ങൾ തുറന്നു കാണിക്കും. ഒരു അലേർട്ട് ഉണ്ടാവും എപ്പോഴും. നമ്മൾ അലേർട്ടാണെങ്കിൽ അവരും അലേർട്ടാകും. നമ്മൾ അലേർട്ടായില്ലെങ്കിൽ, ജനങ്ങൾ അലേർട്ടായില്ലെങ്കിൽ സംഘടിത വിഭാഗങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയക്കാർ വിടുപണി ചെയ്യും. അതിൽ നിന്ന് നമ്മൾ ഡി സതീശൻ ചെയ്യൂലെന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം അവരുടെ അടിത്തറ സംഘടിത വിഭാഗങ്ങളാണ് കോൺഗ്രസിന്റെ അടിത്തറ.
അത് നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മൾ പിന്നെ വിമർശനങ്ങൾ, ക്രിയാത്മകമായ വിമർശനങ്ങൾ, വെറുതെ എതിർക്കാൻ വേണ്ടി ഒന്നും എതിർക്കേണ്ട, അതിന്റെ ആവശ്യമില്ല. വി ഡി സതീശൻ ഇസ് എ വെരി ഗുഡ് പേഴ്സൺ, വളരെ നല്ല മനുഷ്യനാണ്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ക്രിയാത്മകമായ വിമർശനങ്ങൾ നടത്തും, ജെന്യുവനായിട്ടുള്ള വിമർശനങ്ങൾ നടത്തും. ചില കാര്യങ്ങൾ ക്രിയാത്മകം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പ്രീണൻ രാഷ്ട്രീയം നമുക്ക് ചൂണ്ടിക്കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല ഭാവി നമുക്കുണ്ടാവും. നമ്മൾ മലയാളികൾക്ക് നല്ല ഭാവി ഉണ്ടാവും. വി ഡി സതീശനെ നമ്മൾ നേർവഴിക്ക് നയിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.